ഹായ് ഓൾ, ഷാരു ഹോം ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു കൊള്ളുപുളി റെസിപ്പി നോക്കിയാലോ? വരൂ വീഡിയോയിലേക്ക് പോകാം. എന്നിട്ട് നമ്മൾ കൊള്ളൊന്ന് വറുത്തെടുക്കാം. ഈ രീതിക്ക് ചെയ്യുമ്പോൾ വേഗം വെന്ത് കിട്ടും കൊള്ള്. കൊള്ളൊന്ന് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേ ചീനച്ചട്ടിയിൽ കറി വയ്ക്കാം. കൊള്ള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എടുത്ത് വെച്ച കൊള്ള് നമ്മൾ 2 തവണ കഴുകിയിട്ട് ഇത് കുക്കറിൽ വേവിക്കാം. ഒരു 3 വിസിലിൽ ഇത് വേവിച്ചെടുക്കാം. കൊള്ള് പുളി വയ്ക്കാൻ വേണ്ടി വഴുതിന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് സവാള, തക്കാളി, ചെറിയുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി. കൊള്ള് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടുമ്പോൾ കടുക്, ജീരകം, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളി എടുത്തിരിക്കുന്നത്. 2 തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി ചേർക്കുന്നതുകൊണ്ട് തക്കാളിയും അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വഴുതിരിങ്ങ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് വെള്ളവും ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് ഇത് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് കുക്കായി വരുമല്ലോ. കുക്കായി വരുന്ന സ്റ്റേജിൽ നമ്മൾക്ക് വേവിച്ച് വെച്ച കൊള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളിവെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, അതും ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് കുക്കാകണം. അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം. തിള വരുന്നവരെ ഒന്ന് അടച്ച് വെക്കാം. തിള വന്നിരിക്കുകയാണ്. നമ്മുടെ കൊള്ളു പുളി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ബൈ.